ഹലോ ഹായ് നമസ്കാരം. പെപ്പെ നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ കാട്ടാളൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഏരീസ് പ്ലക്സിൽ OD1 9 മണിക്കത്തെ ഷോ ആണ് കണ്ടത്. ആ ഷോ കഴിയാറാവുമ്പോൾ, അതായത് 3 പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. 2 കഴിഞ്ഞപ്പോൾ ഈ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ ഷൂട്ടിംഗ് സെറ്റുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചുമ്മാ ഫോൺ എടുത്ത് നോക്കി. അതായത് രാവിലെ 9 മണിക്കത്തെ ഷോ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ ഫോൺ എടുത്ത് നോക്കി വെറുതെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ആദ്യം കാണുന്നത് കാട്ടാളനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ ആണ്. നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട നെഗറ്റീവ് റിവ്യൂ. അതായത് ആ പടം തീർന്നിട്ടില്ലടൂ. അതൊന്ന് തീർന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഓൾറെഡി അത്രയും വലിയ പാരഗ്രാഫാണ്. ഇത്രയൊക്കെ അയാൾ ടൈപ്പ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്കതൊരു വളരെ മോശം ഡീഗ്രേഡിങ് പരിപാടിയായിട്ടാണ് തോന്നിയത്. സിനിമ ഒന്ന് ഫുള്ള് കാണും, കണ്ടതിന് ശേഷം പോസിറ്റീവായാലും നെഗറ്റീവായാലും പറയണം. പക്ഷേ കാണുന്നതിന് മുമ്പ് ഇടുന്ന റിവ്യൂ എന്ന് പറയുന്നത് മറ്റേ പ്രൊഡ്യൂസേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ റിവ്യൂ ബോംബിംഗ് പരിപാടിയാണ്. അത് മോശമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, അവർക്കൊരു താരത്തിൻ്റെ ഒരു 1 ഡേ ഡേറ്റ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവർ ചെയ്തിട്ടുള്ള കാര്യവും പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് പരിപാടിയുണ്ട്, അതും. ഈ 2 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തിയേറ്ററിൽ എനിക്ക് ഹൈ തന്ന ഒരു മൊമെൻറ്റ് പോലും ഇല്ലാത്തൊരു സിനിമയുടെ തുടക്കത്തിൽ KGFൻ്റെ കഥ അതിൻ്റെ ഒരു വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സലാറിലേക്ക്, അങ്ങനെ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പല സീക്വൻസുകളും വരുന്നത് പോലെ തോന്നി. അതിൻ്റെയൊക്കെ വേറെ വേറെ വേർഷൻസ് ആയിട്ടാണ്. മൊത്തത്തിലൊരു ടെംപ്ലേറ്റ് പടം, പക്ഷേ ഒരു ഒറിജിനൽ ടെംപ്ലേറ്റ് അവകാശപ്പെടാനില്ലാത്തൊരു സിനിമ. എന്നെ സംബന്ധിച്ച് 2 മണിക്കൂർ കഴിയുമ്പോഴും നമുക്ക് മറ്റേ ചാർജ് കിട്ടുന്ന ഒരു സീക്വൻസും ഫീൽ ചെയ്തിട്ടില്ല. എന്ന് കരുതി ബോറും പടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആക്ഷൻ സീക്വൻസുകളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ പെപ്പെ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയ ടെക്നിക്കൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിനെ ഒന്ന് ഇടിച്ചു കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ലെങ്കിലും RDXൽ പെപ്പയുടെ ഓരോ ഇടിയും കിൻഡൽ ഇടിയായിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രോപ്പർ ആക്ഷൻ പരിപാടിയായിട്ട് അവർ ചെയ്യുമ്പോൾ ഇതൊരു ഗംഭീര ഫൈറ്റ് പരിപാടി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്ര എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മോശമല്ലാത്ത ഫൈറ്റുണ്ട്. ക്ലൈമാക്സിലെ ഫൈറ്റും അതിൻ്റെ എഡിറ്റ് സീക്വൻസും അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സിനിമയെ അപേക്ഷിച്ച്, അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്ലൈമാക്സിൽ ആ ഫൈറ്റ് സീക്വൻസുകൾ, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, എഡിറ്റ്, അതൊക്കെ അവർ കുറച്ചും കൂടി കളറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരൊറ്റ കാര്യം കൊണ്ട് സിനിമയെക്കുറിച്ച് അതുവരെയുള്ള എല്ലാ അഭിപ്രായവും മാഞ്ഞു പോകുന്ന അങ്ങനെയല്ല. പക്ഷേ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്നിടത്തുനിന്ന് ചെറിയൊരു സാധനം കൂടുന്നുണ്ടായിരുന്നു. പിന്നെ പെപ്പയുടെ മുഖത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, കണ്ണിലൊക്കെ ഒരു രസമുണ്ട്. മാത്രമല്ല കുറച്ച് നാളുകൾക്ക് ശേഷം, ഇപ്പോൾ RDX ഒക്കെ ഇറങ്ങിയിട്ട് കുറച്ചായില്ലേ, അതിന് ശേഷം പെപ്പയ്ക്കൊന്ന് എക്സസൈസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമയെ നോക്കി കാണുന്നത്. ദേഹമൊക്കെ അനങ്ങി ഇടിച്ച് റോപ്പിലൊക്കെ കയറി, ഇറ്റ്സ് ഗുഡ്. ജഗദീഷ് ഏട്ടൻ്റെ നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ള സിനിമകളിലെ ഒരു 480p അത്രയൊക്കെയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഭയങ്കരമായ സാധനം പുള്ളിക്ക് ഡെലിവർ ചെയ്യാനും ഇല്ലായിരുന്നു. ആ കഥാപാത്രത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് സിനിമയിൽ ഉടനീളം ഫീൽ ചെയ്തത് ക്യാരക്ടേഴ്സിലൊന്നും കാര്യമായി വർക്ക് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാനില്ലല്ലോ എന്നുള്ളതാണ്. ഇതിലെ മെയിൻ വില്ലൻ ആയിട്ടുള്ള ആളെ പുള്ളിയുടെ യങ് വേർഷൻ കാണിക്കുന്നതും കുറച്ച് പ്രായമായിട്ടുള്ളൊരു വേർഷൻ കാണിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടപ്പോൾ ഇത് എന്തൊരു കാസ്റ്റിംഗ് ആയിപ്പോയി എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി. സിനിമ തുടങ്ങുന്ന സമയത്ത് AI വെച്ചുകൊണ്ട് അവർ കുറച്ച് ഈ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് AI വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട്, നമ്മുടെ പെപ്പയുടെയൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കിടിലം പരിപാടിയായിരിക്കും. കാര്യം ആ AI സ്റ്റോറി നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ള ഏതൊക്കെയോ സിനിമകളുടെ പല രംഗങ്ങളുമായി സാദൃശ്യമുണ്ടെങ്കിലും ആ സ്റ്റോറി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ പറയുന്ന എക്സ്പ്രഷൻസും ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റില്ല് വെച്ചിട്ട് അവർ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ്. പക്ഷേ അത് കാണിച്ചിട്ട് നിങ്ങൾ സിനിമ കാണിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. രവി ബസ്രൂറിൻ്റെ മ്യൂസിക്കാണ് പറയേണ്ടത്. പുള്ളി നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ചെയ്തതുപോലെ തന്നെ. പക്ഷേ ഈ സിനിമ അതിനെ ഡിമാൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ചില സമയത്ത് മറ്റേ കാതടപ്പിക്കുന്ന മ്യൂസിക്കൊക്കെ ഇട്ട് കയറി പോവുക. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഒന്നാമത് ഈ പെപ്പയുടെ ഫൈറ്റ് സീക്വൻസുകളിൽ നമുക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നായകൻ വില്ലൻ ഇടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷൻ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സീൻ വെച്ചിട്ടാണ് ഇവൻ സെൻഡ് അടിക്കുന്നത്. അപ്പം ഈ സീൻ കാരണമാണ് ഇയാൾ ഇടിക്കുന്നതെന്ന് പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ എഡിറ്റ് ചെയ്യുമ്പോൾ മറ്റേ അനീതി നേരിട്ടിട്ടുള്ള അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിപ്പുകളൊക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുമല്ല, ഡീസാച്ചുറേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഇമോഷൻ എവിടെയും ഇല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ KGFൻ്റെ ആണെങ്കിലും സലാറിൻ്റെ ആണെങ്കിലും ഒക്കെ ഈ സിനിമകളുടെയൊക്കെ പല ടെംപ്ലേറ്റുകളും നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഇതിനായിട്ടൊരു ഒറിജിനൽ കാര്യമില്ല. എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം, ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ആനയെ കൊന്ന് ആനക്കൊമ്പ് മാത്രം എടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ആനക്കൊമ്പ് കള്ളന്മാരുടെ കഥയാണ്. ഇവർ ആ സെയിം പരിപാടി തന്നെയാണ് ഈ മറ്റ് സിനിമകളിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുമ്പോഴും സ്വീകരിച്ചത്. അവിടെ നിന്നുള്ള ആനക്കൊമ്പ് മാത്രം ഇങ്ങോട്ട് എടുത്തു. രവി ബസ്രൂറിൻ്റെ മ്യൂസിക്, പിന്നെ ഒരു കാർട്ടലുണ്ട്, കുറേ ഡോണുകളുണ്ട്, ഇവരൊക്കെ ചേർന്ന് നടത്തുന്ന കള്ളക്കടത്ത്, ഇതിനകത്തേക്ക് നായകൻ ഇടിച്ചു കയറി വരുന്നു, എല്ലാത്തിനെയും തുഫാനാക്കിയിട്ട് അവൻ കയറി വരുന്നു എന്നൊക്കെ പറയുന്ന ആ ആനക്കൊമ്പിനെ ഇവരെടുത്തു. പക്ഷേ
ആനയുടെ ശരീരത്തിൽ നിന്ന് ആനക്കൊമ്പ് ഊരിയെടുക്കുമ്പോൾ അതെന്തോ മഹത്തരമാണെന്ന് വിചാരിക്കുന്ന കുറച്ച് പാടുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആനക്കൊമ്പ് ആനയുടെ ദേഹത്തിരിക്കണം. അത് ആ സർവ്വ പ്രൗഢിയോടും കൂടി എണീറ്റ് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ച്. ഇവിടെ ആ ആനക്കൊമ്പ് അവരെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ആനയുടെ എല്ലും തോലും അതിൻ്റെ ജീവനും ഒക്കെ വേറൊരു സൈഡിൽ ഇട്ട് കളഞ്ഞു. അതാണ് പറ്റിപ്പോയത്. ഇതിനകത്തൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു കോർ സ്റ്റോറി നമുക്ക് പറയാനായിട്ട്. ഇപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന പോലത്തെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. കുറേ ഇടിയുണ്ട് വാരിക്കെട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇമോഷന് വേണ്ടിയിട്ട് ജഗദീഷ് ഒരു സൈഡിൽ, ശരിക്കും പറഞ്ഞാൽ ജഗദീഷും വേദിക ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഇമോഷൻസ് ഉണ്ടാക്കാൻ നോക്കുക. ആദ്യം ഈ കൊച്ചിനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിനെ ഈ സിനിമയിൽ വെച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്നുള്ളത്. അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവരും കൂടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ ഇമോഷൻ കിട്ടുന്നില്ല. ഇമോഷൻ ആക്ച്വലി ഇവർ വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കേണ്ടിയിരുന്നത് നായകൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷേ അതൊന്നും ഇയാൾ എങ്ങനെ, എന്തിനിവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഇവരെന്തിന് ഇയാൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ ചോദ്യങ്ങളില്ലേ, അത് ഫീൽ ചെയ്യിപ്പിക്കണമായിരുന്നു. ഇപ്പോൾ KGF ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആ ഖനിയിലുള്ള KGF ആളുകൾ ഇവനെ ഹീറോ ആയിട്ട്, റോക്കി ബായിയെ ഹീറോ ആയി കണ്ട് അയാൾക്കൊപ്പം നിൽക്കുകയാണ്. അപ്പം നിൻ്റെ പിന്നിൽ ആയിരങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ആ ആയിരങ്ങൾക്കും നീ എന്താണ് കൊടുക്കുന്നതെന്ന് ആയിരങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇത് മൊത്തത്തിലൊരു ഗതികേടായിരുന്നു എന്ന് തോന്നി. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ, VFX പരിപാടികളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് VFX അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ആളുകളെ കത്തിക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും എവിടെയോ ഒരു വെച്ചുണ്ടാക്കിയതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും ഈ എന്തിനാണ് ഈ വെച്ചിട്ട്, നിങ്ങൾ എന്തായാലും ഇത്രയും പൈസയൊക്കെ മുടക്കില്ല, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു സാധനം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് തോന്നി ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള വർക്കുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഗംഭീര വർക്കുകൾ ചെയ്യുന്നു. അതും റിയൽ ക്യാരക്ടേഴ്സിനെ അനുസ്മരിപ്പിക്കുന്ന ഗംഭീര പരിപാടികളൊക്കെ അവർ ചെയ്യുന്നു. അപ്പം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ ചെന്ന് കയറി ഇരുന്നിട്ട് വീണ്ടും ഇതേ തന്നെ വേറൊരു വേർഷൻ കാണുന്നു. എന്നാൽ അതിന് ഈ പറയുന്നൊരു പഞ്ചോ എഫക്റ്റോ ഒന്നും ഇല്ല എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ദുരനുഭവം കൂടി ആകുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് നഷ്ടബോധം തോന്നും. പിന്നെ ഡയലോഗ്സും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഈ ഡയലോഗുകൾ, ഈവൻ പെപ്പയുടെ ഡയലോഗ് ഡെലിവറിയിൽ നമുക്ക് ആ പഞ്ച് ഫീൽ ചെയ്യുന്നില്ല. പെപ്പെ മറ്റേ മേഴ്സായിട്ടുള്ളൊരു ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറയുന്ന പോലെ എവിടെയോ ശ്രമിക്കുന്ന പോലെയൊക്കെ തോന്നി. ലാസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൻ്റെ ഇടയിൽ എവിടെയോ പെപ്പെ പറഞ്ഞ ഡയലോഗ് വേറെ ആരോ ഡബ് ചെയ്തതാണോ എന്നെനിക്ക് തോന്നിപ്പോയി. അന്നേരം കേൾക്കുമ്പോൾ അതിന് പഞ്ചുണ്ടായിരുന്നു. പക്ഷേ സെയിം ഡയലോഗ് പെപ്പെ സിനിമയിൽ പറയുന്ന കേട്ടപ്പോൾ ഒന്നും തോന്നിയില്ല. മറ്റേ അന്തോണിസ് ഉണ്ണിയാളിനെയൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്, നല്ല കയ്യടിയൊക്കെ വരേണ്ട. പ്രത്യേകിച്ച് ആൻ്റണി വർഗീസ് പെപ്പെ എന്ന് പേരുള്ള ഒരാളാവുമ്പോൾ അതിലൊക്കെ ഒരു പഞ്ച് വരേണ്ടതായിരുന്നു. പക്ഷേ ആ പഞ്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു KGF ട്രിംഡ് വേർഷൻ, അറ്റാച്ച് ടു പ്രായ്ക്കരപ്പാപ്പാൻ, സലാർ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഒത്തില്ല സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് 2 മണിക്കൂറേ ഉള്ളൂ സിനിമ. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഭയങ്കര ലാഗ് അടിച്ച് ഇങ്ങനെ ഇരുന്ന് പോയ പോലെ ഒന്നുമില്ല. കുറേ സംഭവങ്ങളാണ്. അവിടുന്ന് ഡോൺ വരുന്നു, ഇവിടുന്ന് ഡോൺ വരുന്നു, അങ്ങോട്ട് ഓടി നോക്കുന്നു, ഇങ്ങോട്ട് ഓടി നോക്കുന്നു, ആനക്കൊമ്പ് കാടാന്ന് പറഞ്ഞ് പിടിച്ചു പറിക്കുന്നു, പിടിച്ചു പറിച്ചവൻ്റെ ഇത് തിരിച്ച് പിടിച്ച് പറിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആട് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ നിന്ന് ബോറടിച്ച് ഇറങ്ങി ഓടാൻ തോന്നുക, രക്ഷപ്പെടാൻ തോന്നുക എന്ന് പറയുന്ന പോലെ അത്ര മോശമൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ പറയുന്ന ഭയങ്കര ഹൈയൊക്കെ തന്നിട്ട് അവിടെയും എത്തിയിട്ടില്ല. ഇടയിൽ എവിടെയോ പെട്ടുപോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് കാട്ടാളൻ ഫീൽ ചെയ്തത്. പക്ഷേ ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗംഭീര സിനിമയായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതെയും വരാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.